എക്സാം കഴിഞ്ഞ് ക്ഷീണം ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫ്രണ്ട്സ് വിളിച്ചിട്ട് വാ പോവാന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് 1 മണിക്കൂർ റോട്ടുമ്പിൽ നിന്ന് ഡിസ്കഷൻ ആയിരുന്നു എങ്ങോട്ട് പോകണം. അങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷനൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോകാൻ തുടങ്ങി. പോണ വഴിക്ക് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ വഴിതെറ്റി പോയപ്പോൾ വെറുതെ നിൽക്കല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് എനർജി കിട്ടാനായിട്ട് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ അതൊക്കെ കുടിച്ചാണ് ബാക്കി പോയത്. വണ്ടീൻ്റെ ബാക്കിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ കരഞ്ഞ് വാശി പിടിച്ച് കുറച്ച് നേരം എനിക്ക് വണ്ടി എഴുതാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ദൂരം ഞാനാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനായ കക്കാടംപൊയിലെത്തി. ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. ആ മല മുഴുവൻ ഞാൻ നടന്ന് കയറണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ നേരിച്ച് വാങ്ങിക്കൂട്ടിയ ലേസൊക്കെ എടുത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നടന്ന് മലേൻ്റെ മുകളിലെത്തിയപ്പോൾ അവിടെ അടുപ്പിൽ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് ചായ ഒക്കെ വാങ്ങി കുടിച്ച് ആ വ്യൂവും കണ്ട ചായ കുടിച്ചതൊരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ഇത് എഡിറ്റ് ചെയ്ത് വെച്ചതല്ല ഗൈസ്, ശരിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ദുർഘടമായ പാതയിലൂടെ നമ്മൾ ഹീൽസ് ഇട്ടിട്ടാണ് ഗൈസ് പോണത്. എനിക്ക് കാലുവേദനയുള്ളതുകൊണ്ട് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് അവിടെ എത്തിയത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വലിഞ്ഞേറി അവിടെ കുരിശുമല എത്തിയപ്പോഴേക്ക് ഇവർ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു കയറി വരാൻ തുടങ്ങി. പിന്നെ എന്തായാലും അവിടെ വരെ പോയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു കയറി വന്നത്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും യൂണിറ്റ് ഭയങ്കര കൂടുതലായിട്ട് ഞങ്ങൾ ആരും ആ മലേൻ്റെ മുകളിൽ കയറി പരസ്പരം ഒരുമിച്ച് കണ്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മന്തി കഴിക്കാൻ പോയി. ഞങ്ങളെ കൂട്ടത്തിലുള്ള പകുതി പേര് മന്തി കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ അവിടെ എത്തിയത്. അങ്ങനെ മന്തിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് അവിടെ അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ പോകുന്നു ഗൈസ്.